പറയേണ്ടത് ഇപ്പൊ ചേലക്കരയെ കുറിച്ചുള്ള ഒരു പൊതു വിലയിരുത്തൽ ചേലക്കര പറയുകയാണെങ്കിൽ ഈ നിലയിലാണെങ്കിൽ അവിടെ ഒരു തരംഗവും ഉണ്ടായിട്ടില്ല, ഒരു ധ്രുവീകരണവും ഉണ്ടായതായി പറയാൻ പറ്റില്ല. ശരാശരിയായിട്ടുള്ള ഒരു മത്സരമാണ്. അൻവറിനും അത്ഭുതം കാണിക്കാനായിട്ടില്ല. അവിടെ പഞ്ചായത്തൊക്കെ കഴിഞ്ഞു. അൻവർ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകുമോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് ഇപ്പൊ പറയാൻ തോന്നുന്നത്. അൻവറിന് പെട്ടെന്നൊന്നും ഞെട്ടിക്കാനൊന്നും പറ്റിയില്ല. അതേസമയം രമ്യ ഹരിദാസിന് ഇതുവരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞെട്ടിക്കുമോ? അവസാനം അവർ ഒരു അത്ഭുതം ഉണ്ടാക്കുമോ? ഇഞ്ചോടിഞ്ചിലേക്ക് കൊണ്ടുവരുമോ? ഹൃദയമിടിപ്പേറ്റുമോ എന്നറിയാൻ അവസാനത്തെ 3 പഞ്ചായത്തുകളിലെ ഫലസൂചനകൾ പുറത്തു വരാൻ നമ്മൾ കാത്തുകാത്തേയിരിക്കുകയാണ്. പാലക്കാട്ടെ കണക്കുമാറുന്നില്ല. 1418 വോട്ടുമായിട്ട് ലീഡ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന UDF സ്ഥാനാർത്ഥിയാണ്. അതും 4ാം റൗണ്ടിലെ മുന്നേറ്റമാണെന്ന് ഓർക്കണം. 5ഉം 6ഉം റൗണ്ടുകൾ പുറത്തു വരുമ്പോൾ BJPക്ക് ആധിപത്യമുള്ള മേഖലകൾ എണ്ണാൻ പോകുന്നുവെന്ന് സാജിദും അസ്ലമും പറയുന്നുണ്ട്. അങ്ങനെ എണ്ണുമ്പോൾ അവർക്ക് എന്തുമാത്രം ലീഡ് ഉണ്ടാക്കാൻ പറ്റും? തിരിച്ചു പിടിക്കാൻ പറ്റുമോ ലീഡ് എന്നല്ല, അതോ ഈ ലീഡ് കുറയ്ക്കാനേ പറ്റുള്ളൂ? എന്നാൽ തന്നെയും പാലക്കാട്ട് ഇനി അത്ഭുതവും കാണിക്കാൻ BJPയുടെ ബാല്യം അവശേഷിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. BJPയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഹോപ്പില്ലായ്മ BJPയുടെ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. യെസ്, അദ്ദേഹം അടുത്തു വിട്ടു. അദ്ദേഹം പരിപാടി വിടുകയാണ്. ചേലക്കരയിൽ സംസ്ഥാന സർക്കാരിന്റെ BJP ഡീൽ എന്ന ആരോപണം ഏറ്റവും ശക്തമായി പ്രചരിച്ച സ്ഥലമാണ് ചേലക്കര. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ധ്രുവീകരിക്കപ്പെടും എന്ന ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായില്ല. യെസ് 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 യാ കറക്റ്റ് ആണ്. അത് അവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള മാറ്റവും അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJP ക്യാമ്പിൽ വോട്ടെണ്ണൽ യാ ശിവരാജേട്ടനുണ്ട്, സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉണ്ട്. എല്ലാവരും മ്ലാനവതരനാണ്. അതെ, ഞാൻ അദ്ദേഹം കോട്ടുവായിടുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി തന്റെ റിസൾട്ട് വരുന്നത് കണ്ടിട്ട് കോട്ടുവായിടുന്ന ഒരു ചിത്രം. എനിവേ, അതവിടെ എന്നാലും ആരാണ് ആ രാമേശ്വരത്ത് പോയ വഞ്ചകർ ആ സമയത്ത് എന്ന ചോദ്യമുണ്ട്. എനിവേ, എന്തായാലും BJPയെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇത് ഹൃദയഭേദകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേതുപോലെയല്ല. പാലക്കാട് അവരെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാന വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അടിസ്ഥാന വോട്ടുകൾക്കകത്ത് നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് സംസ്ഥാന BJP നേതൃത്വം ഉത്തരം പറയേണ്ട ഒന്നാണിത്. പാലക്കാട്ടെ ഒരു സാധാരണ തോൽവിയല്ല ഇത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന, ആദ്യത്തെ മണിക്കൂറുകളിൽ മുന്നിൽ നിൽക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് പോലും പിന്നിൽ പോവുക എന്ന് വെച്ചാൽ പിന്നെ BJPയെ സംബന്ധിച്ച് ഒട്ടും ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സാഹചര്യമല്ല. അതുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടം ഒരു 10,000 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉയർന്നു പൊങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ആശയക്കുഴപ്പത്തിന്റെയും ആശങ്കയുടെയും ടെൻഷന്റെയും ഹൃദയമിടിപ്പിന്റെയും പോലും സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം വളരെ നേരത്തെ തന്നെ വിജയത്തിന്റെ വലിയ സൂചന രാഹുൽ തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നത് കാണണം. ചേലക്കര 7,275 വോട്ട്, 7,275 വോട്ടിന് ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ മുന്നേറ്റം. എവിടെയെങ്കിലും അദ്ദേഹം തളരുന്നില്ല, കാണണം. അടുത്ത റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാഞ്ഞാളിലെ 65 ബൂത്തുകൾ കൂടി പിന്നിടുമ്പോഴാണ് ഇത് എന്ന് കാണേണ്ടി വരും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡാണെന്ന് പറയാൻ കഴിയും. 8,000-ഓളം എന്നാണ് നമ്മൾ നേരത്തെ അഖിൽ പറഞ്ഞത്. 7,200. ഇപ്പോൾ 7,000 കൊണ്ട് അടുത്ത ചലഞ്ചിങ് ബൂത്തുകളിലേക്ക് പാലക്കാട്ടേക്ക് പോയാൽ അഖിലുണ്ടോ? അഖിലിനെ വേണം. 7,225 കൊണ്ട് അവസാനം വരെ ഈ അദ്ദേഹത്തിന് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. UDF വലിയ പണിയെടുത്ത മണ്ഡലമാണ് ചേലക്കരയെ UDF അവഗണിച്ചിരുന്നില്ല. ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലമാണ്. അഖിലെ 7,225 വോട്ടും കൊണ്ട് മുന്നോട്ട് പോകാൻ സേഫാണോ ഇദ്ദേഹം UR പ്രദീപ്? നിശാന്ത്, നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ വെല്ലുവിളിയൊന്നും UR പ്രദീപിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ആദ്യത്തെ 3 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഒരു 4,000-നുള്ളിൽ UR പ്രദീപിനെ പിടിച്ചു കെട്ടാനായാൽ വിജയം എളുപ്പമായിരിക്കും എന്നൊരു കണക്കൂട്ടായിരുന്നു. അതിന് മുമ്പിലേക്ക് 3 റൗണ്ടിൽ പോയിരുന്നു. ഇപ്പോൾ ഈ 4ാമത്തെ റൗണ്ട് പൂർത്തിയായി ഈ പാഞ്ഞാളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്തുമ്പോഴാണ് ഈ 7,275 വോട്ടിന്റെ ലീഡ് ഈ റൗണ്ടിൽ. ചേലയ്ക്ക് ചുവന്ന കര എന്നാണ് എന്റെ ഒരു കവി സുഹൃത്ത് പറഞ്ഞത്. യെസ്, എന്തായാലും അഖിൽ ഇനി എണ്ണാൻ പോകുന്ന പഞ്ചായത്തുകൾ ഏതാണ്? അവിടെ അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു UDF. അജിംസ്, അതായത് ഇനി അടുത്തത് കടക്കുന്നത് ഈ പാഞ്ഞാളിന്റെ ഒരു 9 പഞ്ചായത്തുകൾ കൂടി 5ാമത്തെ റൗണ്ടിൽ എണ്ണും. അതിനുശേഷം ചേലക്കരയിലേക്ക് കടക്കും എന്നുള്ളതാണ്. പാഞ്ഞാളിന്റെ 9 പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞാൽ ചേലക്കരയിൽ 5 പഞ്ചായത്തുകളെ കിടക്കും. അതിനുശേഷം 6ാം റൗണ്ടിൽ പൂർണ്ണമായും ചേലക്കരയാണ്. 7ാം റൗണ്ടിൽ ചേലക്കരയും കൊണ്ടാഴിയും എണ്ണും. ഇവിടെ ചേലക്കരയിലും കൊണ്ടാഴി ഈ UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ചേലക്കരയിലും വലിയ പ്രതീക്ഷ കോൺഗ്രസ്. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് രമ്യ ഹരിദാസിന് ഇവിടേക്ക്